ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ലോറിയലിൻ്റെ ഒരു സെറമാണ്, ഹെയർ സെറം. അപ്പോൾ ഞാനത് ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ കുറേ നാൾ കൊണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും, അത്യാവശ്യം അത് തീരാറായിട്ടുണ്ട്. എൻ്റെ കയ്യിൽ വേറെ ഒരു 6-7 ബോട്ടിൽ ഞാൻ വാങ്ങിച്ചിട്ടാണ് വന്നതും. അപ്പം അത്യാവശ്യം നല്ല സാധനമാണ് കേട്ടോ. നല്ലതെന്ന് പറഞ്ഞാൽ അന്നെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട, അതിന് നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലുണ്ട്. നമ്മളിപ്പോൾ പുറത്തൊക്കെ പോകുമ്പം ഹെയർ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് 1-2 ഡ്രോപ്സ് നമ്മൾ ഹെയറിലൊന്ന് ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഹെയർ നല്ല മണമാണ്. അതൊന്ന്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് പറഞ്ഞപ്പോൾ ഓർത്താണ്, ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ പോയ സമയത്ത് എനിക്ക് നാട്ടിൽ നിന്ന് കൊല്ലത്തുള്ള ഒരു സലൂണിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അത് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് പറയുന്നില്ല. കൊല്ലത്തുള്ളൊരു സലൂണിലുള്ള ഒരു സ്റ്റാഫ് പുള്ളി റെഫർ ചെയ്ത് തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റ് കേട്ടോ. പുള്ളി ഇതുപോലെ പറഞ്ഞു, ഞാനിങ്ങനെ ചോദിച്ചു, എൻ്റെ മുടി അത്യാവശ്യം സ്പ്ലിറ്റൻസും പിന്നെ എന്താ പറയുക, ഇങ്ങനെ ഫ്രിസി ആയിട്ടിരിക്കുന്ന ഹെയർ അങ്ങനെയായിരുന്നു. അപ്പം ആ ടൈമിൽ ഞാൻ സെറം യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് അന്ന് അത്ര നല്ല റിസൾട്ട് പോലെ ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് നല്ല റിസൾട്ട് കിട്ടാത്ത പ്രോഡക്റ്റ് ഏതാണെന്നും ഞാൻ പറയുന്നില്ല. കാരണം ആ പ്രോഡക്റ്റിനെ ഇപ്പം ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത് ശരിയല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അതും പറയുന്നില്ല. പക്ഷേ അങ്ങനൊരു സിറ്റുവേഷനിലൂടെ ഞാൻ പോകുമായിരുന്നു. അപ്പോൾ പുള്ളി എനിക്ക് റെഫർ ചെയ്തു. അപ്പോൾ ആണെങ്കിൽ ഞാൻ അന്നേരം അത് വാങ്ങിച്ചു. വാങ്ങിച്ചപ്പോൾ ഞാനൊരു നാട്ടിൽ നിന്ന് 2 months ഞാനത് നന്നായി യൂസ് ചെയ്തു. അപ്പോൾ എനിക്ക് കുറച്ചൊക്കെ നല്ലതായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഞാൻ അന്നേരം ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് ഞാൻ അതിലൊരു 6-7 ബോട്ടിൽ വാങ്ങിച്ചിട്ടാണ് വന്നത്. ഇപ്പം കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് വാങ്ങുമ്പം കുറേ കൂടി റേറ്റ് ഒത്തിരി ഡിഫറൻസ് വരുമല്ലോ, അതുകൊണ്ട് ഞാൻ അവിടുന്ന് വാങ്ങിച്ചിട്ട് വന്നു. ഇപ്പം അത് തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പം ഇനി സെറം നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ ഗുണം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ ഫ്രിസി, അതായത് ഫ്രിസിനെസ്സൊക്കെ നമുക്ക് കുറയ്ക്കാം ഹെയറിൽ. അതുപോലെ തന്നെ സ്പ്ലിറ്റൻസ് നമുക്ക് മാറ്റാം. ഈ ചെറിയ ചെറിയ പോലെയൊക്കെ പിടിക്കത്തില്ലേ ഹെയറിൽ, അതൊക്കെ നമുക്ക് കുറയ്ക്കാം. അങ്ങനെ ഹെയർ കുറച്ചുകൂടെ ഹെൽത്തി ആക്കിയിട്ട് വെക്കും. അതായത് ഇതൊരു കോട്ടിങ് പോലെ ആക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ UV റേഡിയേഷൻ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഹെയറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും നല്ലതായിട്ട്. അപ്പം ഇത് ജസ്റ്റ് ഒരു 1 ഡ്രോപ്പ് എടുക്കുക, നനഞ്ഞ മുടിയിൽ. മീൻസ് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വെറ്റായിട്ടുള്ള ഹെയർ ആയിരിക്കും, കുറച്ച് ഡാമ്പായിട്ടുള്ള ഹെയർ, അതിൽ നമ്മൾ 1 or 2 ഡ്രോപ്സ് മാത്രം എടുക്കുക. ജസ്റ്റ് കയ്യിലൊന്ന് സ്പ്രെഡ് ചെയ്യുക, തലയിൽ തേച്ച് കൊടുക്കുക. തലയോട്ടിൽ സ്കാൽപ്പിൽ അവിടെ എങ്ങും തേക്കരുത്, ജസ്റ്റ് മുടിയിൽ മാത്രം തേക്കുക. തലയോട്ടി തേച്ചിട്ടും കാര്യമൊന്നുമില്ല, പിന്നെ തേക്കാതിരിക്കുന്നതല്ലേ ബെറ്റർ. അത് അവിടെ തേക്കുന്ന സാധനം അല്ല, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഹെയറിൽ തേച്ച് കൊടുക്കുക. മറ്റേ മുടിയുടെ അറ്റം ഉണ്ടല്ലോ, ആ എൻഡിൽ അവിടെ എല്ലാം നന്നായി തേച്ച് കൊടുക്കുക. നന്നായി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓയിൽ തേക്കുന്ന പോലെ അങ്ങനെ തേക്കല്ല. അങ്ങനെ തേച്ച് കഴിഞ്ഞാൽ ഇതൊരുമാതിരി എന്താ പറയുക, കുഴഞ്ഞങ്ങിരിക്കും. അത് നമുക്ക് ഭയങ്കര ബോറല്ലേ. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴോ ഒക്കെ ആണെങ്കിലും വീട്ടിൽ നിൽക്കുവാണെങ്കിലും ജസ്റ്റ് 1 or 2 ഡ്രോപ്പ് അത് മതി, അതുകൊണ്ട് ഇനഫാണ്. അതുകൊണ്ട് നമ്മൾ ഫുള്ള് ഹെയർ ഇങ്ങനെ എടുത്തിട്ട് എല്ലാ ഹെയറിലും ആ ഒരു എന്താ പറയുക, സെറം പിടിക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഇതാക്കുക. എന്നിട്ട് നമ്മൾ ഇത് ചെയ്യുക, എന്താ പറയുക, തല കോമ്പ് ചെയ്യുകയോ അങ്ങനെ എന്ത് വേണേലും ചെയ്യാം. അപ്പം നല്ല മണമാണ് കേട്ടോ. നല്ലതെന്ന് വെച്ചാൽ ഒരു കുത്തൽ മണമല്ല, ഒരു നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. ഞാൻ ഈ വീഡിയോ കുറേ ദിവസത്തിന് മുന്നേ എടുത്തതാണ്, പക്ഷെ എനിക്ക് പോസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു സാഹചര്യം ഒന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് പിന്നെ ഇതിങ്ങനെ പോസ്റ്റ് ചെയ്യാതെ വെച്ചിരുന്നത്. പിന്നെ ഇത് ഭയങ്കരമായിട്ടും നല്ല ഗുണമുള്ളൊരു പ്രോഡക്റ്റുമാണ്. നമുക്ക് ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ എളുപ്പമാണ്. അങ്ങനെ അപ്പം ഉപയോഗിക്കാനും നല്ലതാണ്, അത്യാവശ്യം നല്ലത്. എനിക്കൊന്നും എൻ്റെ ചാനലിൽ അങ്ങനെ സെറത്തിനെ പറ്റിയൊന്നും വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല, കാരണം ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. യൂസ് ചെയ്ത് തൊട്ട് എനിക്ക് അത്രയ്ക്ക് നിങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടി എനിക്കൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. അപ്പം നല്ലൊരു പ്രോഡക്റ്റ് എൻ്റെ കയ്യിൽ ഇപ്പം റീസെൻ്റായിട്ട് ഞാൻ കുറേ സാധനങ്ങൾ ഇപ്പോൾ 1 year കൊണ്ട് യൂസ് ചെയ്ത് എനിക്ക് ഓക്കെ ആണെന്ന് തോന്നുന്ന കുറേ മോന് യൂസ് ചെയ്യുന്നതായിട്ടുള്ള കുറേ കാര്യങ്ങളും എനിക്ക് യൂസ് ചെയ്യുന്നതായിട്ടും ഹസ്ബൻഡ് യൂസ് ചെയ്യുന്ന അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഈ കഴിഞ്ഞ കുറേ ഡേയ്സായിട്ട്, കുറേ മന്ത്സായിട്ട് ഞാൻ അത്യാവശ്യം നല്ല തിരക്കില്ലായിരുന്നു. ജോലിയുമായിട്ട് ബന്ധപ്പെട്ടും പിന്നെ മോൻ്റെ കാര്യങ്ങളും അങ്ങനെ വീട് നോക്കുന്നതും അങ്ങനെ കുറേ തിരക്കായിരുന്നു. അപ്പോൾ ആ തിരക്കിൻ്റെ ഇടയ്ക്ക് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റിയില്ല, ടൈം കിട്ടിയില്ല. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ചൊന്ന് റിലാക്സായി ഫ്രീ ആയിട്ട് വരുവാണ്. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ വീഡിയോസ് കണ്ടിന്യൂസ് അപ്ലോഡ് ചെയ്യാം, ചാനൽ കുറച്ചും കൂടി ആക്റ്റീവ് ആക്കാം. കാരണം ഇത് അത്യാവശ്യം
ആക്റ്റീവായിരുന്നൊരു ചാനലുമാണ്. ആൾക്കാർക്കൊക്കെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ എനിക്ക് ചാനൽ മെസ്സേജ് അയക്കുന്നത്. ഭയങ്കര സന്തോഷമാണ് കേട്ടോ, ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം കുറേ കമൻസിന് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാനിരുന്ന് റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ വീഡിയോസിനകത്ത് നല്ല നല്ല കമൻസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഡൗട്ട്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആൾക്കാർ. അപ്പോൾ അതൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, ഒരു കുഞ്ഞിനെ വെച്ചിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് എല്ലാ കാര്യങ്ങളും കൂടെ, അതുകൊണ്ടാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയണം എന്ന് വിചാരിച്ചായിരുന്നു. ഏതോ ഒരു വീഡിയോയുടെ അടിയിൽ വന്നിട്ട് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഹെയർ ഗ്രോത്ത് ചെയ്യുമോ എന്ന്. അത് മറ്റേ ജാസ്മിൻ ഓയിലാണെന്ന് തോന്നുന്നു ആണ് ആ ഓയിലിൻ്റെ അടിയിൽ വന്നിട്ട്. അപ്പം അതിന് ഞാൻ കമൻറ്റ് ഇട്ടിട്ട്, പക്ഷേ ആ കമൻറ്റ് പോസ്റ്റ് ആവുന്നില്ല. ഒരു മുഹമ്മദ് അങ്ങനെ പറയുന്ന ഒരു ചേട്ടൻ. അപ്പം അതെനിക്ക് പോസ്റ്റ് ആവുന്നില്ല, എന്താ ഇഷ്യൂ എന്ന് എനിക്കറിയില്ല. അപ്പം ഹെയർ, അതിൻ്റെ ആൻസറും കൂടെ ഞാൻ ഈ വീഡിയോയുടെ കൂട്ടത്തിൽ അങ്ങ് പറയാം കേട്ടോ. ഹെയർ അതിൻ്റെയും ഈ പറഞ്ഞ പോലെ ഹെയർ ഗ്രോത്ത് ആവുന്ന ഓയിൽ ഞാൻ ഒരെണ്ണം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് ധാത്രിയുടെ ഹെയർ ഓയിൽ. അത് അത്യാവശ്യം നല്ല ഹെയർ ഓയിലാണ്. അത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിൻ്റെ കമൻറ്റ് ബോക്സ് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. കാരണം ഞാൻ പറയുന്ന റിവ്യൂ, അത് ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരു ജെനുവിൻ റിവ്യൂ അല്ലാതെ ഒരു റിവ്യൂ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ റെഗുലറായിട്ട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്ന ഒരാളുമാണ്. ഫേസിൽ അങ്ങനെ എന്താ പറയുക, ഡോക്ടേഴ്സ് തരുന്ന മരുന്നുകൾ അങ്ങനെയൊക്കെ ഉള്ളൂ ഞാൻ ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് ഞാൻ ഡെയിലി ഈ കാണുന്ന ഐറ്റംസ് ഞാൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. കുറേ നാൾ യൂസ് ചെയ്യും, എനിക്കതൊരു ഓക്കെ ആണ് തോന്നുന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. അങ്ങനെ വലിച്ചു വാരി ഞാൻ യൂസ് ചെയ്യാത്ത ഒരു പ്രോഡക്റ്റ് പോലും ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുമില്ല. നിങ്ങൾക്ക് ദോഷം വരുന്നതും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പം ആ കമൻറ്റ് ധാത്രിയുടെ ഹെയർ ഓയിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. കാരണം ഞാൻ പറയുന്നതിലും കൂടുതലല്ലേ മറ്റുള്ള ആൾക്കാർ കമൻസ് ചെയ്യുന്നത്. വായിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എന്താണതെന്ന്. പിന്നെ ഞാനതിൽ നല്ല ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പം അത് നോക്കട്ടോ. ആ മെഡിസിൻ മീൻസ് ആ ഒരു ഓയിൽ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യും ഹെയർ ഗ്രോത്തിന്. മുടി വളരും. സ്കാൽപ്പിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക. അത് നമ്മൾ കഴുകിക്കളയുക, കുളിക്കുമ്പം യൂസ് ചെയ്യുക. അത് നന്നായി പക്കായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും, അത് ഞാൻ ഗ്യാരണ്ടിയാണ്. പിന്നെ വേറെ ഹെയർ ഗ്രോത്തിൻ്റെ എനിക്കങ്ങനെ ഒരു പ്രത്യേകിച്ച് ഈ നമ്മൾ ഈ വീട്ടിൽ യൂസ് ചെയ്യുന്ന DIY അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ അതൊന്നും എനിക്കത്ര യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പം ഉലുവ വെള്ളം, പിന്നെ കഞ്ഞിവെള്ളം, മുരിങ്ങയുടെ ഇല, പേരയില എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വീഡിയോസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഞാനതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അത്രയ്ക്കൊരു വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ എഗ്ഗ് വൈറ്റ് നല്ലതാണ് അത്യാവശ്യം. നമുക്ക് ഹെയർ കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആവുന്ന പോലെയും, ഒരു പ്രോട്ടീനാണല്ലോ, അപ്പോൾ നമുക്കത് കുറച്ചുകൂടെ ഹെയറിന് പ്രോട്ടീൻ കൊടുത്ത് അങ്ങനെ ഒരു ഫീൽ വരും. എഗ്ഗ് വൈറ്റ് യൂസ് ചെയ്ത് എൻ്റെ മുടി കൊഴിഞ്ഞു പോകുന്നത് കുറേ നിന്നിട്ടുണ്ട് കേട്ടോ. അത് അത്യാവശ്യം നല്ല സാധനമാണ് എഗ്ഗ് വൈറ്റ്. അല്ലാണ്ടൊരു വീട്ടിൽ കാണുന്ന സാധനം തലയിൽ തേച്ചിട്ട് മുടി വളരുന്നതായിട്ട് എനിക്ക് അത്ര വലിയ ഇത് തോന്നിയിട്ടില്ല. പക്ഷേ ഈ ധാത്രിയുടെ ഹെയർ ഓയിൽ, ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമില്ല കേട്ടോ, ധാത്രിയുടെ ഹെയർ ഓയിൽ എനിക്ക് നന്നായിട്ട് യൂസ് ചെയ്തായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് വീണ്ടും പുതിയൊരു നല്ല റിവ്യൂ ആയിട്ടോ അല്ലെങ്കിൽ നല്ലൊരു വീഡിയോ ആയിട്ടോ വീണ്ടും കാണാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.